ഒരു കഥ കേൾക്കൂ. കഥയുടെ പേരെന്താണെന്ന് അറിയണ്ടേ? കുക്കു. രചന, ആലാപനം അജിത സത്യൻ. പതിവ് പോലെ കുക്കുവും കൂട്ടുകാരും സ്കൂളിലേക്ക് യാത്രയായി. കുട്ടികൾക്ക് കുക്കുവിനെ വലിയ കാര്യമാണ്. അവൾ വരാനായി കൂട്ടുകാർ കാത്തിരിക്കും. സ്കൂൾ ലീഡറായ അവൾ കുട്ടികൾക്ക് മാതൃകയാണ്. ക്ലാസ്സിലെത്തിയാൽ എല്ലാം ക്രമത്തിലാണോ എന്നവൾ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ കൂട്ടുകാരെയും കൂട്ടി എല്ലാം നേരെയാക്കും. അവൾ ഉണ്ടെങ്കിൽ കൂട്ടുകാർക്ക് നല്ല ഉത്സാഹമാണ്. പരോപകാരിയും പാട്ടുകാരിയുമായ അവൾ അധ്യാപകരുടെ കണ്ണിലുണ്ണിയാണ്. അച്ഛനും അമ്മയും ആരെന്നറിയാത്ത പാവം കുക്കു. അനാഥാലയത്തിലെ അമ്മയ്ക്ക് കുക്കുവിനെ വലിയ കാര്യമാണ്. കൂട്ടത്തിൽ മുതിർന്നവളായ കുക്കു ചേച്ചിയെ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാണ്. ഒഴിവു സമയങ്ങളിൽ സ്വന്തം ജോലി മാത്രമല്ല മറ്റുള്ളവരെയും സഹായിക്കും. അവർക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കും. അടുത്ത വീട്ടിലെ ആളുകൾക്കും കുക്കുവിനെ ഒത്തിരി ഇഷ്ടമാണ്. അവൾ എല്ലാവരോടും പ്രസന്നതയോടെ സംസാരിക്കും. അവളുടെ സംസാരം എല്ലാവരുടെ മനസ്സിനെയും കുളിരണിയിക്കും. തൊട്ടടുത്ത വീട്ടിലെ 2 കുട്ടികൾ അവളുടെ സ്കൂളിലാണ് പഠിക്കുന്നത്. അവരുടെ അച്ഛനും അമ്മയും തീരെ കിടപ്പിലാണ്. അമ്മ നേരത്തെ കിടപ്പിലായതാണ്. അച്ഛൻ കൂലിപ്പണി ചെയ്താണ് കുടുംബം പുലർത്തിയിരുന്നത്. അടുത്തിടെ അദ്ദേഹം ഒന്ന് വീണ് അവശനായി. വരുമാനമൊന്നുമില്ലാത്ത അവർ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നതെന്ന് കുക്കു മനസ്സിലാക്കി. അവൾ ആലോചിച്ചു, എങ്ങനെ ആ പാവങ്ങളെ രക്ഷിക്കും? ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ആ വീട്ടിൽ 4 പേർ എങ്ങനെ കഴിയും? ഒരു കാറ്റ് വീശിയാൽ അവരുടെ വീട് തകരും. പാവങ്ങൾ. ആ കുട്ടികളുടെ ആവശ്യങ്ങൾ എങ്ങനെ നടക്കും? അന്ന് അവൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ മുഖം വാടിയിരുന്നു. ആഹാരവും കഴിച്ചില്ല. അവിടുത്തെ അമ്മ വിചാരിച്ചു അവൾക്ക് സുഖമില്ലായിരിക്കുമെന്ന്. അവർ ചോദിച്ചു, മോളെ, നിനക്ക് എന്തു പറ്റി? പനിക്കുന്നുണ്ടോ? അവൾ പറഞ്ഞു, എനിക്ക് തലവേദനയാണ്. ഞാൻ കുറച്ച് സമയം കിടന്നിട്ട് വരാം അമ്മേ. അമ്മ അവൾക്ക് വിക്സ് പുരട്ടി കൊടുത്തു. അടുത്തിരുന്ന് ആശ്വസിപ്പിച്ചിട്ട്, മോള് കിടന്നോട്ടോ, അമ്മ ചായ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. അമ്മ കൊണ്ടുവന്ന ചായ കുടിച്ച് പലതും ആലോചിച്ചു കിടന്നു. കുറച്ച് കഴിഞ്ഞ് അവൾ അമ്മയുടെ അടുത്ത് ചെന്ന് എന്തോ ഓർത്തു നിന്നു. അമ്മ ചോദിച്ചു, മോളെന്താ ആലോചിക്കുന്നേ? അവൾ അയൽക്കാരുടെ നിസ്സഹായ അവസ്ഥ അമ്മയോട് പറഞ്ഞു. അമ്മേ, ഞാൻ സ്കൂളിൽ അധ്യാപകരോട് പറഞ്ഞിട്ട് അവരെ ഒന്ന് സഹായിക്കാമോ എന്ന് നോക്കട്ടെ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മ ചോദിച്ചു. അപ്പോൾ ആ മിടുക്കി പറഞ്ഞു, അമ്മേ, അധ്യാപകർ സമ്മതിച്ചാൽ ഒരു ഗാനമേള സ്കൂളിൽ നടത്തും. സ്കൂളിലെ ഉപകരണങ്ങൾ ഉപയോഗിക്കാമല്ലോ. കുറച്ച് രൂപ കിട്ടിയാൽ ആ പാവങ്ങൾക്ക് ആശ്വാസമാകുമല്ലോ. അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. മോളെ, നീ പറഞ്ഞത് നല്ല കാര്യമാണ്. നിന്നെ കൊണ്ടാകുന്നത് ചെയ്തോളൂ. അവൾ സന്തോഷത്തോടെ കിടന്നുറങ്ങി. പിറ്റേന്ന് സ്കൂളിൽ ചെന്ന് ക്ലാസ് ടീച്ചറിനോട് വിവരം അവതരിപ്പിച്ചു. ടീച്ചർ ഹെഡ് മാസ്റ്ററോടും മറ്റ് അധ്യാപകരോടും കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരും കുക്കുവിനെ പ്രോത്സാഹിപ്പിച്ചു. അവളുടെ നന്മയുള്ള മനസ്സിനെ അംഗീകരിച്ചു. അധ്യാപകർ രക്ഷിതാക്കളെ വിവരമറിയിച്ച് ഗാനമേള നടത്താൻ തീയതി നിശ്ചയിച്ചു. ഒരു പാവപ്പെട്ട കുടുംബത്തെ രക്ഷിക്കാൻ കുക്കു മുന്നിട്ടിറങ്ങിയതിൽ രക്ഷിതാക്കൾക്ക് സന്തോഷം തോന്നി. അങ്ങനെ ഗാനമേള ഭംഗിയായി നടന്നു. കാണികൾ ധാരാളമുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചതിലും കൂടുതൽ വിജയിച്ചു. നല്ല തുക ലഭിച്ചു. സന്തോഷം കൊണ്ട് കുക്കുവിൻ്റെ കണ്ണു നിറഞ്ഞു. അധ്യാപകരുടെ നേതൃത്വത്തിൽ തുക ആ കുടുംബത്തിന് കൈമാറി. അവരുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവർ കുക്കുവിനെ അനുഗ്രഹിച്ചു, മറ്റു കുട്ടികളെയും. അനാഥാലയത്തിലെ അമ്മ അവളെ ചേർത്ത് നിർത്തി നെറുകയിൽ ചുംബിച്ചു. പിറ്റേന്ന് പത്രത്തിൽ ഒരു പ്രത്യേക വാർത്തയുണ്ടായിരുന്നു. കുരുന്നുകളുടെ സന്മനസ് എന്നായിരുന്നു തലക്കെട്ട്. അതിൽ കുക്കുവിനെ പ്രത്യേകം പരാമർശിച്ചിരുന്നു.
ധാരാളം പേർ അനുമോദനവുമായി വിദ്യാലയത്തിലെത്തി. ഹെഡ് മാസ്റ്റർ അസംബ്ലി വിളിച്ച് കുക്കുവിന് പ്രത്യേകം പുരസ്കാരം നൽകി. ഒപ്പം പരിപാടിയിൽ സഹകരിച്ച മറ്റു കുട്ടികളെയും അനുമോദിച്ചു.